ശ്രീമുരുകനും വള്ളിയും തമ്മിലുള്ള പ്രണയകഥ അറിയാമോ? വള്ളി മലൈ എന്ന പർവ്വതത്തിന് താഴെയുള്ള ഒരു ഗ്രാമത്തിൽ നമ്പി എന്നൊരു വേട്ടക്കാരൻ താമസിച്ചിരുന്നു. അവന്റെ കുട്ടികളെല്ലാം ആൺകുട്ടികളായിരുന്നു. അവൻ ഒരു കൊച്ചു പെൺകുട്ടിയെ കൊതിച്ചു. പർവ്വതച്ചെരുവിൽ ശിവമുനി എന്നൊരു സന്യാസിയുടെ മായാശക്തി കാരണം ഒരു പെൺമാൻ ഗർഭം ധരിക്കുകയും പെൺമാൻ കാട്ടിൽ ഒരു പെൺകുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്തു. നമ്പി രാജൻ ആ വഴിയെ പോകുമ്പോൾ വള്ളിച്ചെടികൾക്ക് ഇടയിൽ നിന്നും കിട്ടിയ കുഞ്ഞിനെ വള്ളി എന്ന് പേരിട്ട് സ്വന്തം കുഞ്ഞായി വളർത്തി. വള്ളിക്ക് കൗമാരപ്രായം ആയപ്പോൾ പക്ഷികളിൽ നിന്നും വിള സംരക്ഷിക്കാനും അവളെ തിനപ്പാടത്തേക്ക് അയച്ചു. വിവാഹപ്രായം ആയപ്പോൾ വേടന്മാരുടെ കുല ദൈവമായ മുരുകനെ വിവാഹം കഴിക്കണം എന്ന് മനസ്സാൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരുന്നു. ഈ സമയം അതുവഴി പോയ നാരദ മഹർഷി സുന്ദരിയായ വള്ളിയെ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വള്ളിയെപ്പറ്റി മുരുകനോട് വർണ്ണിക്കുകയും വള്ളിക്ക് മുരുകനോടുള്ള ആരാധനയെക്കുറിച്ചും പറഞ്ഞു. മുരുകൻ ഒരു വേട്ടക്കാരന്റെ രൂപം സ്വീകരിച്ചു വള്ളിയുടെ വയലിൽ എത്തി അവളെ തന്റെ ഭാര്യ ആക്കുവാൻ ഉള്ള ആഗ്രഹം പറഞ്ഞു. എന്നാൽ മുരുകനെ മനസ്സാൽ വരിച്ചിരുന്ന വള്ളി അതിന് സമ്മതിച്ചില്ല. ആ സമയം നമ്പി രാജൻ അവിടെ എത്തിയപ്പോൾ മുരുകൻ ഒരു മരമായി മറഞ്ഞു നിന്നു. പിന്നീട് മുരുകൻ ഒരു വൃദ്ധന്റെ രൂപത്തിൽ എത്തി വള്ളിയോട് ഭക്ഷണം ആവശ്യപ്പെട്ടു. വള്ളി തേനും തിനമാവും നൽകി. വൃദ്ധൻ വള്ളിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ വള്ളി അത് തിരസ്കരിച്ച് കാടിനുള്ളിലേക്ക് പോയി. മുരുകന്റെ ആവശ്യപ്രകാരം ഗണപതി ആനയുടെ രൂപത്തിൽ വള്ളിയെ ഭയപ്പെടുത്തിയപ്പോൾ വള്ളി ഓടി വൃദ്ധന്റെ അടുത്ത് എത്തി വള്ളിയുടെ ശരീരം ഭഗവാന്റെ മേലിൽ സ്പർശിച്ചതും ശ്രീ മുരുകൻ തന്റെ സ്വയം രൂപത്തിൽ ദർശനം നൽകി. ഇത് കണ്ട് സന്തോഷ് ഭരിതയായ വള്ളി ശ്രീ മുരുകന്റെ കരം പിടിച്ചു. അവരുടെ പ്രണയം പൂത്തുലഞ്ഞ മലയാണ് വള്ളിമാൽ.